നമ്മുടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പ്രചരണം ദക്ഷിണ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഉത്തര കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ്. ഈ കൊച്ചി മലബാർ ഏരിയയിൽ മാത്രമാണ് നാളെയും മറ്റന്നാളും പ്രചരണമുള്ളത്. ഏതാണ്ട് ഭൂരിപക്ഷം ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രചരണ പരിപാടികൾ അവസാനിക്കുകയാണ്. ഇതുവരെയുള്ള ഒരു അവലോകനത്തിൽ UDF സംബന്ധിച്ച് കേരളത്തിൽ വളരെ നല്ല പ്രതീക്ഷകളാണുള്ളത്. ജനങ്ങളൊരു UDF ജനങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ പ്രചരണ പരിപാടിയിൽ കേരളത്തിൽ മൊത്തം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത്തവണ CPM ആശയദാരിദ്ര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അധികം ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ പുറത്താക്കിയ ഒരു MLA, ഒളിവിൽ കഴിയുന്ന ഒരു MLA കോൺഗ്രസ്സുകാർ ഒളിപ്പിച്ചു വെച്ചതാണ്, കാണിച്ചു തന്നാൽ ഞങ്ങൾ പോയി പിടിച്ചോളാന്ന് പറഞ്ഞു. അപ്പം അവിടെ മുഖ്യമന്ത്രി സ്വയം ചെറുതായി. താൻ കഴിവുകെട്ട ഒരു ഭരണകർത്താവാണെന്ന് അദ്ദേഹം സ്വയം അംഗീകരിച്ചു. ഒളിവിൽ പോയൊരു പ്രതിയെ കണ്ടുപിടിക്കേണ്ട ചുമതല പോലീസിനാണ്. മാത്രമല്ല, അങ്ങനെ പ്രതി ഒളിവിലാണെങ്കിൽ ഒളിവിൽ കഴിയുന്ന സ്ഥലങ്ങളെക്കുറിച്ച് കേരള പോലീസിന് സംശയങ്ങളുണ്ടെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ DGPമാരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഇപ്പോൾ മാങ്കൂട്ടത്തിൽ കർണാടകത്തിലാണ് ഒളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കേരള DGP കർണാടക DGPയോട് പറയണം, ഇങ്ങനെ ഒരാളോടൊന്ന് അപ്രതീക്ഷയായിട്ടുണ്ട്, പിടിക്കാൻ സഹായിക്കണം. ഇതൊന്നുമില്ലാതെ സ്വയം ചെറുതാവുന്ന ഒരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത്. രണ്ടാമത്തത്, മിനിഞ്ഞാന്ന് കൊട്ടിയത്ത് ദേശീയപാത തകർന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഞങ്ങളുടെ ചുമതലയല്ല, കേന്ദ്രത്തിൻ്റെയാണ് ദേശീയപാത. എന്നാൽ മന്ത്രിസഭയുടെ 4ാം വാർഷിക സമയത്ത് കോടികളുടെ ഫ്ലക്സുകളാണ് അന്ന് ഈ ദേശീയപാത ഞങ്ങളാണ് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് ഫ്ലക്സ് 1.5 കോടിയുടെ ഏതാണ്ട് ഫ്ലക്സ് അടിച്ചപ്പോഴാണ് വടക്കൻ കേരളത്തിൽ ഈ ദേശീയപാത ഇടിഞ്ഞു വീഴുന്നത്. അതോടുകൂടെ നിശബ്ദത പാലിച്ചു. ഇപ്പം ഏതായാലും ഈ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയായിരിക്കാം ദക്ഷിണ കേരളത്തിൽ സംഭവിച്ചത് ഉത്തര കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. അവിടെയും പാത ഇടിഞ്ഞു വീണു, ഇവിടെ ഇടിഞ്ഞു വീണു. അപ്പം കേരളത്തിനെ ഒരു ലെവലാക്കി. അതിൽ കേന്ദ്രത്തിന് പങ്കുള്ളതുപോലെ തന്നെ സംസ്ഥാനത്തിനും പങ്കുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.